എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതുവരെ ചെയ്ത ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം നീണ്ടകര. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. തെറ്റ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. തെറ്റ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. ശരി. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരി. ഏതാണ് നമ്മുടെ ആൻസർ? 3, 4 ശരിയാണ്. 3ഉം 4ഉം ശരിയാണ്. എ ആണ് നമ്മുടെ ആൻസർ. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ചേരുംപടി ചേർക്കുക. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ് വരുന്നത്? ആലപ്പുഴ. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. 1, 3, 2, 4. 1, 3 വരുന്ന ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, സി. 2, 4. പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം കൊല്ലം. 3, 1. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. 4, 2. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക. തെറ്റാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ശരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. തെറ്റ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയായത് ഏതാണ്? 2ഉം 4ഉം ശരിയാണ്. 2, 4 ശരിയാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഏതാണ് ശരിയായ ആൻസർ? ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികൾ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്നത് ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട്. ആ പ്രസ്താവന അവിടെ നിൽക്കട്ടെ. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻസ് നോക്കിക്കേ. 1, 2, 4 തെറ്റാണ്. 2 തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെയും 2 ഉണ്ട്. 2 തെറ്റാണെന്ന് പറയുന്നത് ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആരും നിയമത്തിന് അതീതരല്ല. ആരും നിയമത്തിന് അതീതരല്ല. അത് ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. ഉണ്ടോ? ഇല്ല. അത് തെറ്റാണ് അല്ലേ? ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഒറ്റ പൗരത്വം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 4 തെറ്റാണ്. അപ്പോൾ 4 തെറ്റാണെന്നുള്ളത് നമ്മുടെ ആൻസറിൽ വേണം. ഇവിടെ 4 തെറ്റാണ്, ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 1, 4, 6 തെറ്റാണ്. ബാക്കി കൂടി നോക്കാം. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. അത് ശരി. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. ഇത് തെറ്റ്. 1, 4, 6 തെറ്റ്. 1 തെറ്റാണ്. 1 തെറ്റാണ്. 4 തെറ്റാണ്. 6 തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ.
സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഫംഗസ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളക്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കൂടിയാട്ടം ലഭിച്ചിട്ടുണ്ട്, കഥകളി ഇല്ല, മോഹിനിയാട്ടമില്ല, ഓട്ടംതുള്ളലില്ല. ഡി, ഒന്ന് മാത്രം ശരി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കൂടിയാട്ടം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രതിപതനതലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ശരിയല്ല, ഇത് തെറ്റാണ്. 1 തെറ്റാണ്. പ്രസ്താവന 1, 3 ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം. പ്രസ്താവന 1, 2 കട്ട് ചെയ്യാം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ശരി. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. ഇത് തെറ്റ്. പ്രതിപതനതലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ശരി. ഏതൊക്കെയാണ് നമുക്ക് ശരിയായത്? 2ഉം 4ഉമാണ് ശരി. പ്രസ്താവന 2, 4 ശരി. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതനതലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.